15 ഇന്ത്യക്കാരുള്ള ചരക്ക് കപ്പൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. തോക്കുധാരികളായ 6 സൊമാലിയൻ കൊള്ളക്കാർ കപ്പലിലുണ്ട്. ഇന്ത്യൻ യുദ്ധക്കപ്പൽ INS ചെന്നൈ ഉൾപ്പെടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് നേവി അറിയിച്ചു. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, രക്ഷാദൌത്യത്തിന് INS ചെന്നൈ ഉൾപ്പെടെയുണ്ട്. സ്ഥിതിഗതികൾ ഇന്ത്യൻ നേവി നിരീക്ഷിക്കുന്നു. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെ വൈകിട്ടാണ് സൊമാലിയൻ തീരത്ത് നിന്ന് 500 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഈ 15 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അടങ്ങിയ MV ലിലാൻ നോർഫോക്ക് എന്ന് പറയുന്ന ചരക്ക് കപ്പൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തത്. വൈകിട്ടോടു കൂടിയാണ് 6 ആയുധധാരികളായ ആളുകൾ ഈ കപ്പലിലേക്ക് എത്തിയതായി ഈ അന്താരാഷ്ട്ര മാരിടൈം സെക്യൂരിറ്റിക്ക് ഒരു സന്ദേശം ലഭിക്കുകയും ചെയ്തു. ഈ പോർട്ടൽ വഴി നാവികസേനയ്ക്ക് ലഭിച്ച മുന്നറിയിപ്പിനെ തുടർന്നാണ് നാവികസേന വിമാനം ഈ കപ്പലിന് മുകളിൽ നിരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. ഇത് കൂടാതെ ഇന്ത്യൻ യുദ്ധക്കപ്പലായിട്ടുള്ള INS ചെന്നൈ ഇപ്പോൾ ഈ കപ്പലിന് സമീപത്തേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും മറ്റ് വിവിധ ഏജൻസികളുടെയും മൾട്ടിനാഷണൽ ഫോഴ്സിന്റെയും ഏകോപന ശ്രമങ്ങളോടെ ഈ തടവിലാക്കപ്പെട്ട കപ്പൽ മോചിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നാവികസേനയ്ക്കുള്ളത്. നിലവിൽ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്ന് മാത്രമാണ് നാവികസേന അറിയിച്ചിട്ടുള്ളത്. ശരി.